കോഴിക്കോട് പയ്യോളി നഗരസഭയിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ ഓഡിയോ സന്ദേശം പുറത്ത്. 37-ാം വാർഡിലെ കോൺഗ്രസ് നേതാവിന്റെ വാട്സാപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വെളിപ്പെടുത്തൽ UDF നേതൃത്വത്തെ വെട്ടിലാക്കുന്നു. നമ്മൾ തോറ്റാലും തരക്കേടില്ല, സുരേഷ് ബാബുവിനെ തോൽപ്പിക്കണം. അതാണ് മേൽഘടകത്തിന് വരെയുള്ള ചില ആളുകളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഇടയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, എന്നെ രാഘവേട്ടാന്ന് വിളിക്കല്, രാഘവേട്ട നമുക്ക് സുരേഷ് ബാബുവിനെ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം, അതുകൊണ്ട് നമ്മൾ ജയിക്കൂല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മൾ അടുത്ത പുറത്ത് ലീക്കായി പോകാത്ത തരത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ കണ്ടിട്ട് അവരോട് പറഞ്ഞിട്ട് BJPക്ക് ചെയ്യിക്കണം, വോട്ട് ചെയ്യിക്കണം, എന്നിട്ട് സുരേഷ് ബാബുവിനെങ്കിലും തോൽപ്പിക്കണം. കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം BJPയും UDFും നടത്തിയെന്നതിന്റെ തെളിവുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല രീതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പയ്യോളിയിൽ നിന്ന് വരുന്ന ഈ വാട്സാപ്പ് സന്ദേശം. അവിടെ സുരേഷ് ബാബു എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് വോട്ടുകൾ അപ്പാടെ BJPക്ക് മറിക്കുകയായിരുന്നല്ലേ? മനു, ഗുഡ് മോർണിംഗ്. മനു സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി വന്ന ശേഷം അതിനു മുമ്പ് ആരോപണമായ കോൺഗ്രസ് BJP ബന്ധം മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് പല ജില്ലകളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2-3 വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. പല പഞ്ചായത്തുകളിലുമാണ് ഇത്തരത്തിലുള്ള വോട്ട് അട്ടിമറികൾ നടന്നത്, അല്ലെങ്കിൽ വോട്ട് കച്ചവടം നടന്നത്. ഇന്നിപ്പോൾ നമ്മൾ നൽകിയ വാർത്ത പയ്യോളി നഗരസഭയിലെ 37-ാം വാർഡിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ആ 37-ാം വാർഡിൽ സ്ക്വാഡ് പ്രവർത്തനമെല്ലാം നടത്തി 2-3 തവണ വീടുകൾ കയറി ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ മേൽഘടകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി നേതാക്കളിൽ നിന്ന് ഇത്തരമൊരു വിവരം തനിക്ക് ലഭിച്ചതെന്നാണ് രാഘവൻ എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് അവരുടെ ഈ 37-ാം വാർഡിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമായി നൽകിയത്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ ശബ്ദ സന്ദേശം പയ്യോളിയിലെ UDF നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. UDF ആണ് പയ്യോളി നഗരസഭ കഴിഞ്ഞ ടേമിലും ഭരിച്ചത്. ഈ തവണയും പയ്യോളി നഗരസഭാ ഭരണം UDF തന്നെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വാർഡിൽ 37-ാം വാർഡിൽ BJP ജയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ആ BJP ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസിൻ്റെ തന്നെ, അല്ലെങ്കിൽ UDFിൻ്റെ തന്നെ നേതൃത്വം ഇടപെട്ട് നടത്തിയ വോട്ട് ഉറപ്പിക്കലിൻ്റെ ഭാഗമായാണ് എന്നാണ് രാഘവൻ്റെ ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നത്. അദ്ദേഹം ഇതിനകത്ത് പിന്നീട് തുടർന്ന് പറയുന്നത്, താൻ എന്തായാലും അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നില്ല, എന്നാൽ മേൽഘടകത്തിൻ്റെ നിർദ്ദേശം തനിക്ക് പറയാവുന്ന ആളുകളോട് താൻ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിനുശേഷം അതിന് താഴെയും മറ്റുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാർഡിൽ 37-ാം വാർഡിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി സുരേഷ് ബാബുവിനെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം വരികയും അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനം ആ വാർഡിൽ ഉണ്ടാവുകയും ചെയ്തത്. 25 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി സുരേഷ് ബാബു അവിടെ പരാജയപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്തെത്തിയത് LDF ആണ്. 3-ാം സ്ഥാനത്തേക്ക് UDF പിന്തള്ളപ്പെട്ടു. ഇതിന് പ്രത്യുപകാരമായി മറ്റൊരു വാർഡിൽ, അതായത് സമീപത്തുള്ള മറ്റൊരു വാർഡിൽ BJP 29-ാം വാർഡിൽ BJPയുടെ വോട്ട് ലീഗ് സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകുന്ന സാഹചര്യവുമുണ്ടായി. അവിടെ BJPയുടെ വോട്ട് 110-ൽ നിന്ന് 37 വോട്ടായി കുറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ തന്നെ LDF ആരോപിച്ച കാര്യമാണ്. അത് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കോട്ടൂർ പഞ്ചായത്തിൽ 10 വാർഡുകളിലെങ്കിലും BJPയുടെ വോട്ട് ഇത്തരത്തിൽ കോൺഗ്രസിന് മറിച്ചു നൽകിയതായി നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സാധാരണ രാഷ്ട്രീയ വോട്ടുകൾ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളാണ്. കാരണം പ്രാദേശിക തലത്തിൽ വ്യക്തിപരമായ വോട്ടുകൾ ചിലപ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ചിലപ്പോൾ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക്, വാർഡ് സ്ഥാനാർത്ഥിയൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടാവും. എങ്കിൽ പോലും ഈ വാർഡ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികമോ വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായും അതൊരു വോട്ട് മറിക്കലിൻ്റെ ഭാഗമായി തന്നെ വേണം അതിനെ കണക്കാക്കാൻ. ആ നിലയിലുള്ള വോട്ട് മറിക്കൽ ജില്ലയിൽ വ്യാപകമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയതായി, BJPയും കോൺഗ്രസും പരസ്പരം സഹകരിച്ചുകൊണ്ട് നടത്തിയതായി CPIMൻ്റെ ജില്ലാ നേതൃത്വം തന്നെ ആരോപിച്ചിരുന്നു. അത്തരം ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ശേഷം പുറത്തു വരുന്ന ഈ ശബ്ദ സന്ദേശങ്ങളാണെങ്കിലും അതേപോലുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണെങ്കിലും എല്ലാം സൂചിപ്പിക്കുന്നത്. മനു.